ഇതിപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ രണ്ടാം ഭാഗം വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുൽക്കൂടിൻ്റെ ബേസായിട്ട് പലരും പല രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ചിലർ മണൽ നിരത്താറുണ്ട്, ചിലർ കടുക് മുളപ്പിച്ച് ഇടാറുണ്ട്. നമ്മളിപ്പം കുറച്ച് വൈക്കോൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് പുൽക്കൂടിൻ്റെ ബേസായിട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ്. ഇത് മുറിച്ചിട്ടില്ലെങ്കിൽ ആകെ മൊത്തം ഒരു ഒതുക്കമില്ലാത്ത രീതിയിലായിരിക്കും അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അടുത്ത ഭാഗമായിട്ട് നമുക്കിനി രൂപങ്ങളാണ് പുൽക്കൂട്ടി വെക്കേണ്ടത്. ഉണ്ണീശോയെ നമ്മൾ 25-ാം തീയതി വെക്കത്തുള്ളൂ. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് പുൽക്കൂട്ടിൽ ആവശ്യമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പുൽക്കൂട് ഇത്ര ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലൈറ്റും കൂടി ഇട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റ് മേടിക്കാൻ വേണ്ടി ടൗണിലോട്ട് പോയി. നമ്മുടെ കയ്യിലാണെങ്കിൽ സ്പെയർ ലൈറ്റ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടല്ല ലൈറ്റ് ഇടുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡും LED ലൈറ്റും ഒക്കെയാണ് കേട്ടോ നമ്മൾ പുൽക്കൂട്ടിനകത്ത് ഇടുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പുൽക്കൂടാണ് കേട്ടോ. അപ്പം കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ട്. എന്നാലും പോകെ വരും വർഷങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയൊക്കെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പുതിയ വീഡിയോയുമായിട്ടും പുതിയ ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.